നമസ്കാരം. രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇടയിലുള്ള എല്ലാ തടസ്സങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകളെയാണ് സാധാരണയായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനു കീഴിൽ ഗവൺമെന്റിന്റെ താരിഫുകൾ, കോട്ടകൾ, സബ്സിഡികൾ അല്ലെങ്കിൽ അവയുടെ വിനിമയം തടയുന്നതിനുള്ള നിരക്കുകൾ ഇവയൊന്നുമില്ലാതെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചരക്കും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും ഇത് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴിതാ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഒരു നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ ഒരു കരാർ അടുത്ത മാസം തന്നെ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒപ്പുവച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം ആദ്യം മസ്കറ്റിൽ വെച്ച് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി എന്ന് ഔദ്യോഗികമായി വിളിക്കപ്പെടുന്ന കരാറിനായുള്ള രണ്ടാം റൗണ്ട് ചർച്ചകൾ രണ്ട് രാജ്യങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കേന്ദ്രം കൂടിയാണ് ഒമാൻ എന്ന രാജ്യം. GCC രാജ്യങ്ങളിൽ UAEയുമായും ഇന്ത്യക്ക് സമാനമായ ഒരു കരാറുണ്ട്. 2022 മെയ് മാസത്തിലായിരുന്നു ഈ കരാർ പ്രാബല്യത്തിൽ വന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഒമാൻ കൂടി ഈ നിരയിലേക്ക് വരുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരി ഇന്ത്യ മറ്റൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിൽ വെക്കുന്നുണ്ട്. കാരണം ഗൾഫ് മേഖലയിൽ തങ്ങളുടെ തന്ത്രപരമായ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട്. ഒമാനുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ സാന്നിധ്യം ഗൾഫ് മേഖലയിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധം വളർത്തുന്നതിന് കൂടി സഹായിക്കുമെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഈ പുതിയ കൂട്ടുകെട്ട് ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അത് മുന്നോട്ട് വയ്ക്കുന്നത് കേവലം സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് ഗൾഫ് മേഖലയിൽ ഉടനീളം ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശക്തി വർദ്ധിപ്പിക്കുക എന്നത് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.